കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിലെ ചില പ്രത്യേകതരം ഓൺലൈൻ മാധ്യമങ്ങൾ പടച്ചുവിട്ട വാർത്തകൾക്ക് പിന്നാലെ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഫാൻസ് അസോസിയേഷനുകൾ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന അട്ടഹാസം കണ്ടാൽ തോന്നിപ്പോകും ഈ ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകനല്ല എന്ന്. രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്ന സാധനം തെല്ലുപോലുമില്ലാത്ത ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ സെൽഫ് പ്രൊമോഷൻ്റെയും പെയ്ഡ് പ്രൊമോഷൻ്റെയും ഭാഗമായി ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെയും അദ്ദേഹത്തിൻ്റെ പുത്രൻ ചാണ്ടി ഉമ്മനെയും കല്ലെറിഞ്ഞ് സ്വയം മാറുകയാണ് കേരളത്തിലെ ഒരു കൂട്ടം കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും. അത് പറയാതിരിക്കാനാകുന്നില്ല. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ വൃത്തികെട്ട വർത്തമാനങ്ങൾ അതിനുള്ള ഉദാഹരണമാണ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതും ആ നല്ല വാക്കിന് ചാണ്ടി ഉമ്മൻ പിണറായി വിജയന് നല്ല വാക്ക് മറുപടിയായി പറഞ്ഞതും എന്തൊരു മോശമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഈ രാഷ്ട്രീയ പോരാട്ടവും രാഷ്ട്രീയ മര്യാദയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്ത നേതാക്കന്മാരെ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ തലപ്പത്ത് കൊണ്ടുവച്ച ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വമാണ് ഇനി തലമുകഞ്ഞ് ആലോചിക്കേണ്ടത്. ഇവരെ കൊണ്ടൊക്കെ ഇനി എന്ത് ഉപയോഗമുണ്ടാകാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ. ശരിക്കും ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടന വേളയിൽ അതിൻ്റെ സ്ഥാപക നേതാവ് എന്ന് തന്നെ നമുക്ക് അവകാശപ്പെടാവുന്ന ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഒരു അക്ഷരം പോലും പറയാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മണിക്കൂറുകൾക്ക് പിന്നാലെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ്റെ വേദിയിൽ വന്ന് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെക്കുറിച്ച് ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരിയെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞെങ്കിൽ അതിൽ പരം വലിയ അംഗീകാരം ഉമ്മൻചാണ്ടിക്ക് കിട്ടാനുണ്ടോ? അങ്ങനെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രത്യേക വേദിയിൽ വന്ന് നല്ല വാക്ക് പറയുന്ന പിണറായി വിജയനോട് അയ്യോ നിങ്ങൾ എൻ്റെ അച്ഛനെ ദ്രോഹിച്ചയാളല്ലേ, നിങ്ങൾ ഇങ്ങനെയൊന്നും പറയാൻ അർഹനല്ല എന്ന് പറയാനുള്ള മര്യാദയാണോ ചാണ്ടി ഉമ്മൻ കാട്ടേണ്ടിയിരുന്നത്? നമ്മൾ സാമാന്യമായി ചിന്തിച്ചാൽ പോരെ. രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വേദികളിൽ പരസ്പരം തുറന്നെതിർക്കും, പരസ്പരം പോരടിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള വേദികളിൽ ഒരു മനുഷ്യനെക്കുറിച്ച് നല്ലത് പറയാൻ കിട്ടുന്ന അവസരത്തിൽ നല്ലത് പറയുക, ആ നല്ലത് പറയുന്നയാളിനെ മാന്യമായി തന്നെ സ്വീകരിക്കുക, അതാണ് രാഷ്ട്രീയ മര്യാദ. ആ രാഷ്ട്രീയ മര്യാദ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഉണ്ടായിപ്പോയി. അതാണ് പ്രശ്നം. ഈ ചാണ്ടി ഉമ്മൻ ആ രാഷ്ട്രീയ മര്യാദ കാണിക്കാതെ ഈ പറയുന്ന ഫാൻസ് അസോസിയേഷൻ തുള്ളുന്നത് പോലെ പിണറായി വിജയനെ പുലയാട്ട് നടത്തണമെന്നാണോ പറയുന്നത്? ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള നിലയിൽ ചാണ്ടി ഉമ്മൻ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കുക വയ്യ. അത് തന്നെയാണ് ചാണ്ടി ഉമ്മൻ ചെയ്തത്. അയാൾ എത്ര മാന്യമായാണ്, പക്വമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് സംസാരിച്ചത്, അദ്ദേഹത്തിൻ്റെ പിതാവും പിണറായി വിജയനുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചത്. അതിലെന്തു വാഴ്ത്തിപ്പാടൽ, അതെന്ത് വിശുദ്ധിപത്രം നൽകൽ, അതൊരു രാഷ്ട്രീയ മര്യാദയാണ്. അത് തിരിച്ചറിയാതെ ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ്സുകാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. ഉമ്മൻചാണ്ടിക്ക് പോലും താല്പര്യമില്ലാതിരുന്നിട്ടും ഈ ഗ്രൂപ്പ് കളിയുടെ അപ്പോസ്തലന്മാരായി നിൽക്കുന്ന ചില ചെറുപ്പക്കാരുടെ പിന്തുണയോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ അമരത്തേക്ക് എത്തിയ നേതാക്കന്മാർ അവരൊക്കെ കൂടി ചേർന്ന് ചാണ്ടി ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ചാവകാശക്കാരനായി രാഷ്ട്രീയത്തിൽ തിളങ്ങാൻ പോകുന്നു എന്ന ഭയം കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന ഓരോ കൃത്രിമത്വങ്ങളാണിത്. അതിൽ ആത്മാർത്ഥതയുള്ള കോൺഗ്രസ്സുകാർ സത്യത്തിൽ വീണുപോകരുതായിരുന്നു. നമ്മൾ ഇതിനകത്ത് തിരിച്ചറിയേണ്ടുന്ന ആ രാഷ്ട്രീയ വ്യത്യാസമുണ്ടല്ലോ, രാഷ്ട്രീയ മര്യാദയും രാഷ്ട്രീയ പോരാട്ടവും തമ്മിലുള്ള വ്യത്യാസം. അത് തിരിച്ചറിയാൻ കഴിയാതെ ഈ പറയുന്ന ചില കൂട്ടങ്ങളിൽപ്പെട്ട നേതാക്കന്മാരുടെ കൃത്യമായിട്ടുള്ള പെയ്ഡ് പ്രൊമോഷന്റെ ഭാഗമായി അവർ അഴിച്ചുവിട്ട ഒരു ആരോപണത്തിന്റെ ഭാഗമായി ചാണ്ടി ഉമ്മനെ ക്രൂശിക്കാൻ ശ്രമിക്കുകയാണ്. ശരിക്കും ഈ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി 9-10 പരിപാടികൾ സംഘടിപ്പിച്ചു. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിൽ നിന്നുള്ള മനുഷ്യർ വന്നു. അവർ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് സംസാരിച്ചു. ഉമ്മൻചാണ്ടി എന്ന ഭരണാധികാരി എന്തായിരുന്നു എന്ന് അവരൊക്കെ അടയാളപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മരണവേളയിൽ തന്നെ ഉമ്മൻചാണ്ടി എന്തായിരുന്നു എന്നുള്ളത് ഈ നാടിന് കൂടുതൽ തിരിച്ചറിയാൻ സാധിച്ചു. അതായത് പലപ്പോഴും നമ്മൾ പുറത്ത് കേട്ടിട്ടില്ലാത്ത എത്രയോ അനുഭവങ്ങൾ വിവിധ രാഷ്ട്രീയക്കാരിൽ നിന്ന് കേട്ടു. അതുപോലെ ഇപ്പോഴും ഉമ്മൻചാണ്ടി എന്ന ആ പച്ചയായ മനുഷ്യനെ, ആ ധീരനായ ഭരണാധികാരിയെ, എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു മനുഷ്യസ്നേഹിയെ എത്ര സുന്ദരമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ വരച്ചിട്ടത്. അതിനെ ആ അർത്ഥത്തിൽ കാണാൻ, ആ സ്പിരിറ്റിൽ കാണുന്നതിന് പകരം ഉമ്മൻചാണ്ടിയുടെ
ലെഗസി അവകാശപ്പെടാൻ ചാണ്ടി ഉമ്മൻ ഒരു അർഹതയുമില്ല എന്ന് വരുത്തി തീർക്കാൻ ആ ചടങ്ങിനെ മാറ്റി തീർക്കുകയായിരുന്നു ഇവർ ചെയ്തത്. ചില ഓൺലൈൻ മാധ്യമങ്ങൾ, ആ ഓൺലൈൻ മാധ്യമങ്ങളുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ചില പ്രത്യേക യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിനായി അവർ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ആദ്യഘട്ടം മുതൽ, അവർക്ക് വേണ്ടിയിട്ടുള്ള പെയ്ഡ് പ്രൊമോഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അവരെന്തോ മഹാന്മാരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവർ, അവർ ഈ അവസരത്തെയും ചാണ്ടി ഉമ്മനെ അടിക്കാൻ ഉപയോഗിച്ചു. അതിനെ ആയുധമാക്കി ഈ പറയുന്ന ആളുകളുടെ ഫാൻസ് അസോസിയേഷനുകൾ നാടൊട്ടുക്ക് പ്രചരണം അഴിച്ചുവിട്ടു. ചാണ്ടി ഉമ്മൻ, ഉമ്മൻചാണ്ടിയുടെ വില കളഞ്ഞുവെന്ന്. എന്തൊക്കെയായാലും ഉമ്മൻചാണ്ടിയുടെ മകനല്ലേ ചാണ്ടി ഉമ്മൻ? ആ മനുഷ്യനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാൾ. ഉമ്മൻചാണ്ടിയോടൊപ്പം ഒട്ടിനിന്ന് KSUവിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ സ്ഥാനമാനങ്ങൾ നേടിയെടുത്തതിന് ശേഷം ആ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യന്റെ ലെഗസി, അദ്ദേഹം പിന്തുടർന്നു വന്ന ഗ്രൂപ്പ് ആശയങ്ങൾ, അതൊന്നും പിന്നീട് ഒരു ഘട്ടത്തിലും പിന്തുടർന്നു പോകണമെന്ന് ആഗ്രഹിക്കാതെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മറ്റ് പലരുടെയും കാല് പിടിക്കാൻ പോയ മഹാന്മാരാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ലെഗസിയെ കുറിച്ച് അവകാശപ്പെടുന്നത് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഉമ്മൻചാണ്ടി അസുഖബാധിതനായിരുന്ന കാലം മുതൽ ഈ ചാണ്ടി ഉമ്മൻ വേട്ടയാടപ്പെടുകയായിരുന്നു. അതിന് പിന്നിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു. ആ ഗൂഢലക്ഷ്യം നടപ്പിലാക്കി കൊടുക്കാൻ ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഈ പറയുന്ന ചെറുപ്പക്കാരായ നേതാക്കന്മാർക്ക് പിന്തുണയുമായി ഉണ്ടായിരുന്നു. ശരിക്കും പറയാം, യൂത്ത് കോൺഗ്രസിനെ ഇപ്പോൾ നയിക്കുന്നത് പക്വമായ ഒരു നേതൃത്വമല്ല എന്ന് നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. ആ മത്സരം നടക്കുന്ന വേളയിൽ തന്നെ എന്തുകൊണ്ടും അർഹനായയാൾ, ഇപ്പോൾ ജയിച്ച ആളിന് അപ്പുറത്ത് നിൽക്കുന്നയാളാണ്, അബിൻ വർക്കിയാണ് എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ അപക്വമായ സമീപനങ്ങളുമായി രാഷ്ട്രീയത്തെ നേരിടുന്ന ഒരാൾക്ക് യൂത്ത് കോൺഗ്രസിനെ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം 100% അന്നേ തറപ്പിച്ചു പറഞ്ഞതാണ്. എന്തായാലും യൂത്ത് കോൺഗ്രസ് അത് തെരഞ്ഞെടുത്തു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരാൾ ചാണ്ടി ഉമ്മനെ രാഷ്ട്രീയമായി കരുവാക്കാനായി ഉമ്മൻചാണ്ടിയെ ആയുധമാക്കി മാറ്റുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. രാഷ്ട്രീയ മര്യാദ എന്തെന്ന് ചാനൽ ചർച്ചകളിൽ പോലും തിരിച്ചറിഞ്ഞുകൂടാത്ത ആ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ ചാണ്ടി ഉമ്മൻ കാണിച്ച രാഷ്ട്രീയ മര്യാദയെ അതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിൽ വളച്ചൊടിച്ച് ചാണ്ടി ഉമ്മൻ മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കാനായി ആയുധമാക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് രാഷ്ട്രീയ മര്യാദ എന്താണ് എന്നുള്ളത് നന്നായി അറിയാം. ഈ പറയുന്ന ഫാൻസുകാരെ കൊണ്ട് എത്ര പ്രചരണം നടത്തിയാലും, കാരണം സ്വന്തം പിതാവിൻ്റെ ഘാതകരോട് പൊറുത്ത ഒരു വലിയ കുടുംബം, രാഹുൽ ഗാന്ധി എന്ന ഒരു വലിയ പ്രതീകം നമ്മുടെ മുന്നിലുണ്ട്. അത്തരക്കാരുടെ മുന്നിൽ ചാണ്ടി ഉമ്മനും തൻ്റെ അച്ഛനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു വേദിയിൽ വന്ന് നല്ല വാക്ക് പറയുന്നവരോട് തെറി പറയാൻ ശീലിച്ചവനല്ല എന്നാണ് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നത്. അതിനെ രാഷ്ട്രീയ ആയുധമാക്കി അയാളെ ഇല്ലാതാക്കി കളയാനുള്ള ഒന്നാക്കി മാറ്റുകയല്ല വേണ്ടത് എന്ന് ഈ ചെറുപ്പക്കാർ തിരിച്ചറിയേണ്ടതുണ്ട്.